നമ്മൾ ഇതുപോലെ ഇങ്ങനെ സ്പെയർ അയച്ച്, അതായത് റെസിസ്റ്റർ നമ്മളിങ്ങനെ അയച്ച് ചെക്ക് ചെയ്യുമ്പോഴും ഇതുപോലെ ഇങ്ങനെ ഓൺ ബോർഡ് ചെക്ക് ചെയ്യുമ്പോഴും ഇത് രണ്ടിനും ഈ പ്രശ്നം ബാധിക്കും. ഇത് ഈ ബിഗിനേഴ്സിന് മാത്രം വരുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അത് എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ ഈ ബുദ്ധിമുട്ടില്ല. നമ്മൾ ഇതുപോലെ ഫാസ്റ്റ് ആയിട്ട് ഇതുപോലെ ചെക്ക് ചെയ്തെടുക്കാം. അത് ഏത് റേഞ്ചിലുള്ളതാണ് അതൊന്നും നമുക്ക് പ്രശ്നമില്ല, കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ റീഡിംഗ് മനസ്സിലാക്കാൻ പറ്റും. റെസിസ്റ്റർ എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. റെസിസ്റ്റർ ചെക്ക് ചെയ്യുന്നത് ഒരുവിധം എല്ലാവർക്കും അറിയാം. മൾട്ടിമീറ്ററിൽ നമ്മളെ റെസിസ്റ്റൻസിന്റെ റേഞ്ച് ഇട്ടിട്ട് ചെക്ക് ചെയ്യുക. അത് പ്രോബ് പോയി ചെക്ക് ചെയ്താൽ നമുക്ക് അതിന്റെ വാല്യൂ കറക്റ്റായി കിട്ടും. കറക്റ്റ് റെസിസ്റ്റർ ആണെങ്കിൽ കറക്റ്റ് വാല്യൂ കിട്ടും. പക്ഷേ അതിൽ ചെറിയൊരു പ്രശ്നമുള്ളത് നമ്മൾ അനലോഗ് വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ, അതുപോലെ ഹൈ വാല്യൂ ചെക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പൊ അതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. പിന്നെ ചെറിയൊരു പ്രശ്നം നമ്മുടെ വീഡിയോയിലുള്ളത് എന്താ വെച്ചാൽ, നമ്മൾക്ക് ചെക്ക് ചെയ്യാൻ ഇവിടെ ഉള്ളത് ഒന്ന് ക്ലാമ്പ് മീറ്റർ ആണ്. അപ്പോൾ ഒന്ന് ഇതിൽ 200K വരെ റെസിസ്റ്റൻസ് ഉള്ളൂ. പിന്നെ ഒന്നുള്ളത് അനലോഗ് മൾട്ടിമീറ്റർ ആണ്. ഇത് രണ്ടും പഴയ മൾട്ടിമീറ്റർ, ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൾട്ടിമീറ്റർ ആണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ ആ വേരിയേഷൻ കാണിക്കാൻ ഈ ഏറ്റവും ബെസ്റ്റ് അനലോഗ് മൾട്ടിമീറ്റർ ആണ്. അപ്പൊ ഇത് വെച്ചാണ് നമ്മൾ കാണിക്കുന്നത്. നമുക്ക് സാധാരണ ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഇപ്പൊ എന്റെ കയ്യിലില്ല. അതുകൊണ്ട് നമുക്ക് ആ 200K വരെയുള്ള റെസിസ്റ്റൻസ് ആ ക്ലാമ്പ് മീറ്ററിൽ നോക്കാം. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ ഒരു 2.2K റെസിസ്റ്റർ ഉണ്ട്, ഒരു 68K ഹാഫ് വാട്ട് റെസിസ്റ്റർ ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ക്ലാമ്പ് മീറ്റർ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഇവിടെ 0 നോക്കുകയാണെങ്കിൽ, ഇതുപോലെ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഈ 0 ലെവലാണോ എന്ന് നോക്കണം. അപ്പോൾ 0 റെഡി ആണെങ്കിൽ നമ്മൾ ചെക്കിംഗ് വാല്യൂ കറക്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഈ 2.2K റെസിസ്റ്റർ ഇവിടെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടത്ര 2.1 കറക്റ്റായിട്ട് ആ മീറ്ററിൽ 2.1 കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വാല്യൂ കറക്റ്റാണ്. നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ സാധാരണ ഇങ്ങനെ ചെക്ക് ചെയ്യാറ്. അടുത്ത നമ്മൾ ഈ 68K ചെക്ക് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ 200K തന്നെ നമുക്ക് ഈ വാല്യൂ ഒക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ 65 ഓംസ് ആണ് ഇവിടെ കിട്ടും. 65 കിലോ ഓംസ് ആണ് നമുക്ക് ഈ വാല്യൂ കിട്ടി. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും ഈ 68 കിലോ ഓംസ് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ 65 കിലോ ഓംസിലേക്ക് പോയത്? അപ്പോൾ അതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോയിലെ വിഷയം. അപ്പോൾ അടുത്ത നമ്മൾ ഉപയോഗിക്കുന്നത് ഈ അനലോഗ് മൾട്ടിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ ഈ അനലോഗ് മൾട്ടിമീറ്റർ എൻ്റെത് ഒരു പഴയ മൾട്ടിമീറ്റർ ആണ്. അപ്പോൾ ഇതിനുള്ള കുറച്ച് പെയിന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് അതിൻ്റെ വൃത്തി പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ നോക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഈ 1K റേഞ്ചിലായിട്ടുള്ളത്. അപ്പോൾ 1K റേഞ്ചിൽ നമ്മൾ ഇതിവിടെ 0 അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ 0 അഡ്ജസ്റ്റ് ആണ് ഇവിടെ ഉള്ള ഈ കാണുന്ന ഈ കൺട്രോൾ. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് 0യിൽ വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെക്ക് ചെയ്തിരുന്ന ആ 2.2 റെസിസ്റ്റൻസ് എടുത്തിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ അവിടെ കറക്റ്റായിട്ട് നമുക്ക് അവിടെ 2ന്റെ അടുത്ത് ആ 2.2ന്റെ റേഞ്ചിൽ നമുക്ക് റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ഇൻഡക്ഷൻ കുക്കറിന്റെ ബോർഡാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇവിടെ ഒരുപാട് റെസിസ്റ്റേഴ്സ് കാണാം. അപ്പോൾ ഹൈ വാല്യൂ ഉള്ള റെസിസ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഇതിലിപ്പോൾ ഇവിടെ വാല്യൂ ഉള്ളത് ഒന്ന് 200K, ഒന്ന് 330K ആണ് കാണുന്നത്. ഹൈ വാല്യൂ വാട്ട്സ് കൂടിയ റെസിസ്റ്റർ ആണ് ഈ രണ്ടെണ്ണം. അപ്പോൾ ഇത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ സാധാരണ എങ്ങനെ ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ വാല്യൂ മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യുക, അതായത് ഡിജിറ്റൽ അല്ല അനലോഗ് വെച്ച് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ 20 ഇവിടെ കാണുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കാണാൻ പറ്റാത്തതിൽ എല്ലാവരും ക്ഷമിക്കുക. അതായത് ഈ ലേസർ മങ്ങിച്ച് കാണുന്നുണ്ട്, അത് ലേസർ പെയിന്റ് ക്ലീൻ ചെയ്തെടുത്താണ്. അപ്പോൾ ഈ 20 ഈ റേഞ്ചിലാണ് വന്ന് നിൽക്കേണ്ടത്, 200 ഓംസ്. അപ്പോൾ അത് ഞാനിവിടെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ ആ റേഞ്ചിൽ തന്നെ കറക്റ്റായിട്ട് 20 × 10,000, അതായത് 200 ഓംസ് ആണ് ഇവിടെ കാണിക്കുന്നത്. 200 കിലോ ഓംസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മറച്ച് വെച്ചാണ് ചെക്ക് ചെയ്യുന്നതെങ്കിലും, ഇപ്പോൾ ഈ ഒരു ലീഡിൽ നമ്മളിവിടെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ അടിയിലെ ഭാഗത്ത് ഇങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്കവിടെ ചെറിയൊരു വേരിയേഷൻ കാണിക്കും. ആ വേരിയേഷൻ വളരെ നൈസായ വേരിയേഷൻ ഉണ്ടാവും. നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഹൈ വാല്യൂ ആ റെസിസ്റ്റൻസിന്റെ വേരിയേഷൻ ചെക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ആ വേരിയേഷൻ തന്നെ കാണിക്കും. അപ്പോൾ അതിന്റെ കാരണം പ്രധാനമായിട്ട് ഇങ്ങനെയുള്ള മൾട്ടിമീറ്റർ ഉപയോഗിക്കുമ്പോൾ ഈ കൈകൾക്ക് വരുന്ന ഈ ഒരു ഹൈ റെസിസ്റ്റൻസ് നമ്മളിവിടെ ഈ മീറ്റർ റീഡ് ചെയ്യും. ഇതിപ്പോൾ ഇൻറ്റു 10Kയിലുള്ള ആ റെസിസ്റ്റൻസിൽ ഞാനിവിടെ 2 ലീഡുകൾ പിടിക്കുമ്പോൾ ഇവിടെ റീഡിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എത്ര കാണിക്കുന്നത് വെച്ചാൽ ഒരു 1 മെഗിൻ്റെ ഒക്കെ അടുത്തായിട്ട് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു പ്രശ്നം നമ്മളിവിടെ ഇങ്ങനെ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ, ഈ കൈ ബോർഡിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് മറ്റേ ഭാഗത്തൂടെ പിടിച്ച് ചെക്ക് ചെയ്യുമ്പോൾ, അതുപോലെ ഇങ്ങനെ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ അതൊക്കെ അതിനെ ബാധിക്കും. ഈ റീഡിങ് വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ വീണ്ടും നമ്മൾ നേരത്തെ എടുത്ത ആ 68K റെസിസ്റ്റൻസ് ആണിത്, ആ ഹാഫ് വാട്ട് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ക്ലാമ്പ് മീറ്ററിൽ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് കാണിച്ചത് 65.4 ഓംസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അത് നമ്മളത് അങ്ങനെ അല്ലാതെ നമ്മൾ ചെക്ക് ചെയ്യുക, അതായത് ഒരു ഭാഗം പിടിച്ചേ ചെക്ക് ചെയ്യുക. എപ്പോഴും റെസിസ്റ്റൻസ് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം, അതായത് 66.7 ഓംസിലേക്ക് ആ റെസിസ്റ്റൻസ് ഉടാനടി വേരിയേഷൻ വന്നു. ആ വ്യത്യാസം നമ്മളെ മെഷർമെന്റിൽ വന്നു. അപ്പോൾ ഈ ഒരു 1 ഓമിൻ്റെയോളം വ്യത്യാസം നമുക്ക് ആ സർക്യൂട്ടിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക്, അതായത് 5 ബാൻഡോ അല്ലെങ്കിൽ SMD റെസിസ്റ്റർ ചെക്ക് ചെയ്യുമ്പോൾ
ശരിക്കും പറഞ്ഞാൽ വളരെ വേരിയേഷൻ കാണിക്കും. ആ വേരിയേഷനൊക്കെ നമ്മളെ ചെക്കിങ്ങിന് നമ്മളെ ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിനൊക്കെ ബാധിക്കും. 10K റെസിസ്റ്റൻസ് വരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഹൈ വാല്യൂ റേഞ്ചിലിട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം, അതായത് ഒരു 15Kന്റെ മേലോട്ടൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ റേഞ്ച് നമ്മൾ വളരെ കൂടുതൽ ഇട്ടിട്ടാണ് സാധാരണ ചെക്ക് ചെയ്യുക. കൃത്യമായ റേഞ്ചിലേക്ക് ഇട്ടിട്ടൊന്നും നമ്മൾ കുറച്ച് കാലം കഴിയുമ്പോൾ ചെക്ക് ചെയ്യാറില്ല. നമ്മളത് ചെക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ആ ഒരു രീതിയിൽ ഒരു ഹൈയിലിട്ടിട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ റീഡിങ് നോക്കി ഇങ്ങനെ പോവുക. അപ്പോൾ ആ അവസ്ഥയിൽ നമുക്ക് ഈ തരത്തിലേ ചെക്ക് ചെയ്യാൻ പാടുള്ളൂ. അതായത് ഒരു ഭാഗത്ത് നമ്മൾ മൾട്ടിമീറ്ററിന്റെ പ്രോബും അതിന്റെ ലീഡും കൂടെ പിടിക്കുക, എന്നിട്ട് മറ്റേ ഭാഗം വെച്ചിട്ട് ഈ മീറ്ററിന്റെ ഒരു ഇത് മാത്രമേ തൊടാവൂ. ഇത് ഇങ്ങനെ പിടിക്കരുത്. ഇങ്ങനെ പിടിക്കുന്നത് നമ്മൾക്ക് അവിടെ റീഡിങ് വ്യത്യാസം കാണിക്കും. ചില സമയത്ത് നമ്മുടെ കയ്യിൽ ചെറിയ നനവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ വലിയൊരു റീഡിങ് വ്യത്യാസം കാണിക്കും. പക്ഷേ ഒരു റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യുമ്പോൾ ആ വാല്യൂ വേരിയേഷൻ കാണിക്കുമ്പോൾ ഒരു ബിഗിനർക്ക് അതൊരു ബുദ്ധിമുട്ടാവും. അത് വേരിയേഷൻ എന്ന് പറയുമ്പോൾ റെസിസ്റ്ററിന് ഒരിക്കലും വരാത്ത ഒരു സാധ്യത കാണിക്കുക, അതായത് ലോ റെസിസ്റ്റൻസ് ആയിട്ട് കാണിക്കുക. ഒരിക്കലും റെസിസ്റ്ററിന്റെ വാല്യൂ താഴോട്ട് പോവില്ല, മേലോട്ടാണ് പോവുക കംപ്ലൈന്റ് ആയാലും. പക്ഷേ നമുക്ക് ഇവിടെ കാണിക്കുക ലോ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെക്ക് ചെയ്ത് തന്നെ പഠിക്കുക. അത് പുതിയ, അതായത് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കുള്ളതല്ല, ഇത് പഠിക്കുന്ന ആളുകൾക്കൊക്കെ ഇത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് ആ കൃത്യമായ വേരിയേഷൻ, കൃത്യമായ റെസിസ്റ്റൻസ് കാണാതെ വരുമ്പോൾ അവർക്ക് അതെന്താ അങ്ങനെ എന്നുള്ളൊരു സംശയം എന്തായാലും തീർച്ചയായിട്ടും വരും. അപ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് പഠിക്കുക. അതേപോലെ ബോർഡ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള ബോർഡുകളിൽ ഹൈ വാല്യൂ ആണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ വെച്ചിട്ട്, അതായത് ഈ രണ്ട് കൈകളും ഈ ബോർഡിൽ ടച്ച് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ വാല്യൂ ചെക്ക് ചെയ്യരുത്. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ എത്ര എക്സ്പീരിയൻസ് വേണം, അതങ്ങനെ റീഡ് ആവുന്നതെന്ന് നമുക്ക് മനസ്സിലാവണം. അതുവരെ ആ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കാനാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മളത് ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് മറ്റേ കൈ എവിടെയും ടച്ച് ചെയ്യാതെ നമ്മൾ ഇങ്ങനെ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായ വാല്യൂ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ചെറിയൊരു ബോർഡാണ്, അതുകൊണ്ട് അത്ര ഇത് വെക്കാനൊക്കെ, അതായത് നമുക്ക് ചെക്ക് ചെയ്യാൻ ഇത്രയും സ്ഥലമുണ്ട്. നമ്മൾ വലിയൊരു TV ബോർഡോ മദർ ബോർഡോ കമ്പ്യൂട്ടർ ബോർഡോ ഒക്കെ ആകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അറിയാതെ അവിടെ വെച്ചു പോകും. അവിടെ കൈ വെച്ചിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചെക്കിങ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. നമ്മൾ എപ്പോഴും രണ്ട് സൈഡിലുള്ള ഏതെങ്കിലും ഒരു കൈയെങ്കിലും മാറിയിരിക്കണം, എന്നാലേ വ്യത്യാസം അറിയാൻ പറ്റുള്ളൂ, എന്നാലേ നമുക്ക് ചെക്കിങ് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ആ ചെക്ക് ചെയ്ത് നോക്കുക. ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ അറിയാം ആ വേരിയേഷൻ വരുന്നത്. അപ്പോൾ ഈ പഠിച്ചു തുടങ്ങുമ്പോഴാണ് നമുക്ക് ആ ബുദ്ധിമുട്ടുകളിൽ കുറച്ച് കാലത്തെ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറച്ച് കാലത്തെ എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ നമുക്ക് അതിപ്പോൾ 10K റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 8.8 കാണിക്കുമ്പോൾ നമുക്കറിയാം അത് 10K തന്നെയാണ്, ഇന്ന കാരണം കൊണ്ടാണ് അത് ആ വേരിയേഷൻ വന്നത്. അപ്പോൾ അത് ഇപ്പോഴേ അത് മനസ്സിലാക്കി വെച്ചാൽ വളരെ നല്ലതാണ്. അപ്പോൾ അത് പ്രത്യേകം പറഞ്ഞ ശ്രദ്ധിക്കുക. അതായത് 10Kയുടെ മേലോട്ടൊക്കെ ഉള്ളത് ഹൈ റേഞ്ചുകളിലിട്ട് ചെക്ക് ചെയ്യുമ്പോൾ മാത്രമേ കുഴപ്പമുള്ളൂ. കൃത്യമായ മൾട്ടിമീറ്റർ റേഞ്ചുകളിലിട്ടിട്ട് ആ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യുമ്പോൾ അത്ര കുഴപ്പമില്ല. അതായത് ഒരു 200K ഇപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ നമുക്കത് 200Kക്ക് പകരം 189 ആണ് ഇവിടെ കാണിച്ചത്. അത് എനിക്ക് ഇവിടെ നിന്ന് കാണാം, ക്യാമറയിൽ കാണാൻ ലേശം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ആ വേരിയേഷൻ തന്നെയാണ്. അത് ചില അവസരങ്ങളിൽ അത് നമുക്ക് ചെക്കിങ്ങിനെ ബാധിക്കും. നമ്മൾ ചെക്കിങ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴുള്ള ആ ഒരു പ്രൊസീജിയറിനെ അത് ബാധിക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് ഇങ്ങനെ ആ ഒരു അബദ്ധം കാണിക്കാതെ ചെക്കിങ് ചെയ്ത് പഠിക്കുക. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം.